പണ്ട് തിയോളജി പഠിച്ചിരുന്ന സമയത്ത് പാരബിൾസ് പഠിപ്പിച്ച അച്ഛൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏതൊരു ഉപമയിലിടയിലും ക്രിസ്തു ഉണ്ട്, നിങ്ങളത് മറന്നു കളയരുത്. ഒരു ക്യാരക്ടർ കർത്താവായിരിക്കും, ഏതൊക്കെയോ ക്യാരക്ടേഴ്സ് നമ്മളായിരിക്കും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ഒരു ചിന്തയോടുകൂടിയാണ് ഇന്നത്തെ ഗോസ്പൽ വായിച്ചത്. ഒരു യജമാനൻ തൻ്റെ മകൻ്റെ കല്യാണത്തിന് കുറേ അധികം പേരെ വിളിച്ചപ്പോൾ ഗ്രാൻഡ് ഇൻവിറ്റേഷനാണ് കൊടുത്തത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വിളിക്കുന്ന പോലെ. രണ്ടാമത് ഒരു കാര്യം കൂടി ചെയ്തു, റിമൈൻഡർ അയച്ചു. ഒരാളെ വിട്ടിട്ട് ഒന്നും കൂടി പോയി ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ തൻ്റെ മകൻ്റെ കല്യാണത്തിന് കുറേ പ്രിയപ്പെട്ടവർ വിളിച്ച ഗോസ്പലാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആരായിരിക്കും ഈ യജമാനൻ? തീർച്ചയായിട്ടും അത് ദൈവപിതാവാണ്. മകനാരാണ്? അത് ക്രിസ്തുവാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. വിരുന്നെന്താണ്? അത് ദിവ്യബലിയാണ്. അങ്ങനെ അപ്പൻ തൻ്റെ മകൻ്റെ വിവാഹ വിരുന്നിന് ദിവ്യബലിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. അങ്ങനെ വിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ ആഗ്രഹത്തോടുകൂടി ഇഷ്ടത്തോടു കൂടി തൻ്റെ മകൻ്റെ മാരേജിന് ഒരു ദിവ്യബലിക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഓരോരുത്തരും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു. ഒരുവന് വയൽ നോക്കാൻ പോകണം, ഒരുവന് വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഒരുവന് ബന്ധങ്ങളിലെ ചില തിരക്കുണ്ട്. ഇങ്ങനെ ഓരോ എക്സ്ക്യൂസാണ്. ഈ എക്സ്ക്യൂസൊക്കെ വെച്ച് നോക്കിയാൽ എന്തെങ്കിലും ന്യായമായ കാര്യമാണോ? ഒരിക്കലുമല്ല. എന്നിട്ടും അവരൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു. അവരാരും വരാൻ തയ്യാറായില്ല. ഇങ്ങനൊരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടർ എന്താണെന്നറിയോ? ഇമ്മീഡിയറ്റ്ലി വിളിച്ചു. അവരൊരു യോഗ്യതയില്ല ആ വിരുന്നിന് പങ്കെടുക്കാൻ. ദിവ്യബലിക്ക് ഒട്ടും പങ്കെടുക്കാൻ യോഗ്യതയില്ലാത്ത രീതിയിൽ പാപം ചെയ്തവരും വീണു പോയവരും ഒരിക്കലും തകർന്ന് ജീവിതം നയിക്കുന്നവരുമായ മനുഷ്യന്. ഇവർക്കെന്ത് പറ്റി? ഇവരെയും വിളിച്ചു, അവരെല്ലാവരും വന്നു. ഇനി വന്നവനും വരാത്തവനും തമ്മിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അത് വിവാഹ വസ്ത്രമാണ്. ഒരിടത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ, ആ വിരുന്ന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് വിവാഹ വസ്ത്രം ഉണ്ടോ? എപ്പോൾ വിളിച്ചു എന്നുള്ളതിലൊന്നും കാര്യമില്ല. ആ വിരുന്നിൽ മാനദണ്ഡമാകുന്നത് വിവാഹ വസ്ത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവ്യബലിയിലെ വിവാഹ വസ്ത്രം എന്താണ്? അത് നമ്മളുടെയൊക്കെ ജീവിതത്തിന് വിശുദ്ധിയാണ്. അതുകൊണ്ടല്ലേ നമ്മളൊരു ദിവ്യബലിയുടെ തുടക്കത്തിൽ തന്നെ പാപങ്ങളെ ഓർത്ത് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് സഭയോടും സഹോദരരോടും മാപ്പപേക്ഷിച്ച് മാലാഖമാരോടും വിശുദ്ധരോടും മറിയത്തോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ അപേക്ഷിക്കുന്നത്? എന്ന് വെച്ചാൽ ഒരു ദിവ്യബലിയിൽ ആദ്യമേ തന്നെ പാപത്തെ ഓർത്ത് മനസ്തവിച്ച് അതിൻ്റെ പേരിൽ അനുഗ്രഹം വാങ്ങിച്ച് വിശുദ്ധിയോടുകൂടി വേണം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ. കുർബാനയിലെ പാപമോചനം അത് കണ്ടീഷണലാണ്. ആ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായുള്ളൊരു വിശുദ്ധിയാണ്. അത് മുഴുവൻ സമയത്തുള്ള പാപമോചനം അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ദിവ്യബലി പങ്കെടുക്കാൻ വേണ്ടി എപ്പോഴും സൂക്ഷിക്കേണ്ട എന്താണെന്നറിയോ? വെള്ളവസ്ത്രം. ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധി. നാവ് കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടുപോലും പാപം ചെയ്യാതെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വിരുന്നിലാണ് നമ്മളെല്ലാവരും ആ വിരുന്നിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാപം കൊണ്ട് ദിവ്യബലി പങ്കെടുത്ത് പാപം കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇതൊക്കെ മതിയെന്ന് ചിന്തിച്ചാൽ അവസാനം എന്താകുമെന്നറിയോ? യജമാനൻ പറഞ്ഞില്ലേ അവനെ പുറത്തേക്ക് എറിഞ്ഞു കളന്ന്, അവിടെ വിലാപവും പല്ലുകടിയായിരിക്കുമെന്ന്. അതാണ് അയോഗ്യതയോടുകൂടി ആരെങ്കിലുമൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാമെന്നും ഇങ്ങനെയൊക്കെ മതിയെന്നും ചിന്തിക്കരുത്. എല്ലാം കാണുന്നൊരു പിതാവുണ്ട്. ആ പിതാവ് ആഗ്രഹിക്കുന്നത് മകൻ്റെ വിരുന്നിൽ എല്ലാവരും വിശുദ്ധിയോടുകൂടി പങ്കെടുക്കണമെന്നാണ്. വസ്ത്രം ധരിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ വസ്ത്രത്തിന് വിശുദ്ധി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മളൊക്കെ എത്രയോ ദിവ്യബലി പങ്കെടുക്കുന്നു? ഒരുക്കത്തോടു കൂടിയാണോ നമ്മൾ പങ്കെടുക്കുന്നത്? വിശുദ്ധിയോടുകൂടിയാണോ നമ്മൾ പങ്കെടുക്കുന്നത്? ശ്രദ്ധയോടുകൂടിയാണോ നമ്മൾ ആ ദിവ്യബലി പങ്കെടുക്കുന്നത്? 1000 ചോദ്യങ്ങൾ ഒരു വിരുന്നിനിടയിൽ അപ്പൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. ഇനി ഒരു ദിവ്യബലിക്ക് വേണ്ടി നാം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ വിവാഹ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ തന്നെ ചോദിക്കണം. വിശുദ്ധി സൂക്ഷിക്കുന്നുണ്ടോ? നന്മ സൂക്ഷിക്കുന്നുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹം സൂക്ഷിക്കുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.